ഏയ് എത്രയായി കാണാണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ബിസിനസ് വല്ലതും എന്തി നിങ്ങളതൊക്കെ ലീഡ് കയറണോ? എനിക്ക് ഇങ്ങനെ തിരിഞ്ഞ് നോക്കാനില്ല ചങ്ക് പോകുന്നതിൻ്റെ. അപ്പോൾ ഇന്നത്തെ സംഗതി എന്ത് ചെയ്യാന്ന് അറിയാം? നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും. അതിലൊരു ബണ്ണാത്തനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇരിക്കുമതല്ലപ്പാ. അത് ഞാൻ പോറ്റാൻ മേടിച്ചൊന്നുമില്ല, ഞാൻ കളു പറഞ്ഞു നിങ്ങൾ വീഡിയോയിൽ കയറാൻ വേണ്ടിയിട്ട് തമ്മിൽ അങ്ങനെ ആക്കിയത്. അതപ്പോൾ ഇന്ന് നമ്മൾ അതാക്കാൻ പോകുന്നത്. അതാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം എന്തെന്ന് അറിയാം? ഇതൊരു 6 ഇത് പൈപ്പ് ക്ലീനർ എന്ന് പറയുന്നത്. ഇതിൻ്റെ സംഭവം ഇങ്ങനത്തെ സോഫ്റ്റ് സാധനം. ഇങ്ങനത്തെ പൈപ്പ് ക്ലീനർ എന്ന് പറഞ്ഞാൽ കിട്ടും. ഇങ്ങനെ ആർട്ട് സപ്ലൈസ് അങ്ങനെയുള്ള പോയിട്ട് ചോദിച്ചാൽ ഇതൊരു 6 വേണം. അത്രയും സാധനം വേണ്ടത്. ചെറിയ വീഡിയോ. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേപ്പർ കടലാസ്. പിന്നെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ കത്രിക. ഇത്ര സാധനം മതി, സംഭവം സെറ്റ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കാത്തിക്കുന്ന പരിപാടിയില്ല. അത് ഞാനിപ്പോൾ ഇത്ര പറഞ്ഞാൽ വേണ്ടിയിട്ട് ഇത്ര സമയം എടുത്തത്. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു പേപ്പറാണ്. ഇത് ഫുള്ള് വേണ്ട, നമുക്ക് പകുതി മതി. ഇനി പകുതി പേപ്പറില്ലേ, ഇത് നമുക്കൊരു പ്രത്യേക രീതിയിൽ മടക്കാനുണ്ട്. ഇങ്ങനെ ആക്കിയാൽ മതി. ഇതാണ് നമ്മളെ ബണ്ണാത്തൻ്റെ. ബണ്ണാത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടായില്ലല്ലോ. ചിലന്തിയുടെ ആ ബാക്കിലുണ്ടാകുന്ന ഉണ്ട. അതായത് ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉറക്കാൻ വേണ്ടിയിട്ടാക്കുന്നത്. ഇതിനുള്ള വേറെ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ഇത് ഈ പ്രത്യേക രീതിയിൽ മടക്കിയിട്ട് ബാക്കിയെല്ലാം നമുക്കില്ലേ നേരത്തെ പറഞ്ഞ ആ പൈപ്പ് ക്ലീനർ ഇല്ലേ, അതിനോടുള്ള പരിപാടിയാണ്. ഇനിതാ ഈ പൈപ്പ് ക്ലീനർ എടുക്കാം. ഞാൻ ഫസ്റ്റ് ഈ ബാക്കിലത്തെ ഇതിന് വേണ്ടിയിട്ട് ഞാനില്ലേ ഈ കളറ്, ഈ ഓറഞ്ച് കളറ് മറ്റേ ബോഡി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറുപ്പ് എടുക്കാം. അങ്ങനെ ആക്കാം. അപ്പോൾ ഈ കറുപ്പ് ആദ്യം മാറ്റി വെക്കാം. അത് വേണ്ട. ഇപ്പോൾ ഇനി നമ്മൾ തുടങ്ങേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത്ര ബില്ലുണ്ട്. ഇത് അമർത്തിയിട്ട് കുറച്ച് ചെറുതാക്കാം. ഇത് വേണ്ട, ഇത്ര ബില്ല് വേണ്ട. ഇനി നമുക്ക് ആക്കാൻ നോക്കാം. ഇത് ഒരു ഇത്ര വിടാം നമുക്ക് ഫസ്റ്റ്. ഇത്ര വിട്ടിട്ട് ഇതിങ്ങനെ ഒരു ചുറ്റിയിട്ട് ഇതിൽ കൂടിയിട്ട് ഇതിങ്ങനെ ഒരു ചുറ്റ് അടുത്തേക്ക് ലോക്ക്. ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കമ്പി പോലത്തെ സാധനമുണ്ട്. അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഉണ്ടോ? ഇതിങ്ങനെ നിർത്താം. എന്നിട്ട് ഇതേപോലെ ഇപ്പുറത്തേക്ക് നമുക്ക് ഈ ഓറഞ്ച് വെച്ചിട്ട് ഇത് ഫുള്ള് കവറാക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതാക്കാം. അപ്പോൾ ഈ 3 ഓറഞ്ചും ഇതിലേക്ക് തന്നെ വരുന്നത്. ഞാനത് ജോയിൻ്റ് ആക്കേണ്ട ഇങ്ങനെയെല്ലാം കാണിച്ചാൽ ഇത് ഇങ്ങനെ ചുറ്റുന്നതെല്ലാം കാണിച്ചാൽ നിങ്ങൾക്ക് കുറേ സമയം എടുക്കും. ബേനിയാന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക്. അപ്പോൾ കുറച്ച് സ്പീഡാക്കുന്നത്. ഇതാ ഇത്ര ആയിട്ടാകുമ്പോൾ ഈ ബാക്കി വരുന്ന ഇതിന് നമുക്ക് ഈ ചുറ്റാൻ പിടിക്കില്ല, ഇതിലേക്ക് ഫുള്ളായില്ല. അപ്പോൾ നമുക്ക് എന്താ കാരണം ഇത് എടുത്തേക്ക് തന്നെ ചുറ്റിയിട്ട് വെക്കാം ഇങ്ങനെ. എന്നിട്ട് അടുത്തെടുത്തിട്ട് ഇതിന് ജോയിൻ്റ് ആക്കാം. ഇതിന് ജോയിൻ്റ് ആക്കിയിട്ട് മറ്റതേ പരിപാടി ഇത് കവറാക്കാൻ തുടങ്ങുന്നത്. ഈ ഗ്യാപ്പില്ലതെല്ലാം ഇങ്ങനത്തെ ഈ ഗ്യാപ്പെല്ലാം ഈ പേപ്പർ നമുക്ക് കണ്ടുകൂടാ. ഇതിൽ കണ്ണെടുത്താൽ കണ്ടുകൂടാ പേപ്പർ. അപ്പോൾ നമുക്കിത് ഇതിൽ ഫില്ലാക്കാം. ഈ പേപ്പർ കാണുന്നിടത്തെല്ലാം നമുക്ക് ഫില്ലാക്കാം. കാണുന്നില്ല പേപ്പർ? ഇതൊന്നും നമുക്ക് കണ്ടുകൂടാ, എന്നാലേ ആ ഫിനിഷിങ് വരൂ. ഇതിങ്ങനെ ചുറ്റി എടുത്തിട്ടില്ല, നമുക്ക് ഇതിൻ്റെ ഈ ഗ്യാപ്പിലേ കൂടിയിട്ട് ഇട്ടിട്ടൊന്ന് ലോക്ക് ചെയ്യാത്. ഈ നമ്മൾ ഈ ചുറ്റില്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് എടുക്കാം. കുറച്ചും കൂടി സ്ട്രോങ് ആവും. എന്നിട്ട് ഇത്ര എത്തിയ പിന്നെ നേരത്താക്കിയ അതേ സംഗതി ഇവിടത്തേക്ക് ചുറ്റിയിട്ട് വെക്കുന്നത്. വലിയ പണിയൊന്നും ഇല്ല. ഇത് ആക്കാം ചെറിയ പണി. ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. ഇങ്ങനത്തെ പേപ്പർ കണ്ടുകൂടാ മാത്രം. പേപ്പർ നമുക്ക് കാണുന്നിട്ട് അമർത്തിയിട്ട് ചളിപൊളിയാക്കാം, ഉള്ളിലേക്ക് കയറ്റിയിട്ട് വെക്കാം. ഒന്നും കൂടി ആക്കിയിട്ടുണ്ട്. പേപ്പറിൽ കാണുന്നേരം നമ്മൾ ഫില്ലാകും. ഒന്ന് കണ്ടുകൂടാ പുറത്തേക്ക്, എന്നാലേ അതിൻ്റെ ഒരു മൊഞ്ചി ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്തതും കൂടി ആക്കാം. ഇതേ സെറ്റപ്പ്. ഇനി ഈ ബാക്കി വരുന്നത് ഈ നീളം ഇരിക്കട്ടിടാം. ഇതിങ്ങനെ ആക്കിയിട്ട് വിടാം. നമുക്ക് കുറച്ചും കൂടി അമർത്തി കൊടുത്താൽ നല്ല ഗ്യാപ്പെല്ലാം ഫില്ലായിട്ട് ഒന്ന് സെറ്റാവും അടുത്തേക്ക് ഉള്ളിലേക്ക്.
നല്ല ഗത പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാലിൻ്റെ പണി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 3 കറുപ്പ് എടുക്കാം. നമുക്ക് 3 വേണ്ട, കാലിൻ്റെ ഇല്ലേ 2 മതി. ഒന്ന് നമുക്ക് പിന്നെ കുറച്ച് പണിയുണ്ട്. കാലിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 2 എടുത്തിട്ട് ഇത് നല്ല ലെവൽ നോക്കിയിട്ട് സെൻറ്ററിൽ നിന്ന് എടുത്തിട്ട് ഇവിടുന്ന് കട്ടാക്കണം. നമുക്ക് പറ്റും മുടിയെല്ലാം മുറിച്ചിട്ട പോലെ തന്നെയാണ് അതിൻ്റെ ആ നാരില്ലേ അത് വെളിയിട്ട് വരുന്നത്. ഇനി നമുക്ക് കാല് ഫിറ്റാക്കാം. ഇനി എന്ത് ചെയ്യേണ്ട പറഞ്ഞാൽ ഇത് 4 ഇവിടെ വെക്കാം. 8 കാലിയല്ലേ, അപ്പം 4 × 2 8. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഈ ഓറഞ്ച് ഒന്നാകെ ഇങ്ങനെ ബൈലോട്ട് മടക്കാം. കാലടുത്തൊക്കെ തന്നെ ലോക്കാണ്, നല്ല പാങ്ങിൽ ലോക്കാണ്. ഇതിങ്ങനെ മടക്കിയിട്ട് ഈ ബാക്കി വരുന്നതിനെ കൊണ്ട് ഇതിങ്ങനെ ക്രോസായിട്ട് ചുറ്റിയെടുക്കാം. ഇങ്ങനെ ഇനി നമ്മൾ എന്താക്കേണ്ടത് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു കറുപ്പില്ലേ, വലിയ കറുപ്പ്, അതെടുക്കാം. ഇത് ഇങ്ങനെ സെൻറ്റർ ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ ഈ ഗ്യാപ്പിലേ കൂടിയിട്ട് ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ ഇങ്ങനെ വേണം ബാക്കിലേ കൂടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ വലിച്ചാൽ ഇത് ഇങ്ങനെ ലോക്കാവണല്ലോ. എന്നിട്ട് നമുക്കത് ഇങ്ങനെ ക്രോസിൽ ചുറ്റായത് ഒന്നിങ്ങോട്ടേക്കും ഒന്നിങ്ങോട്ടേക്കും. ഈ ക്രോസ് കഴിഞ്ഞാൽ ഇത് തിരിച്ച് പിടിക്കണമെന്നൊന്നുമില്ല, അടിയിൽ ചുറ്റാനെങ്കിൽ അങ്ങനെ ചുറ്റിയാൽ ഇതിങ്ങനെ ഫുള്ള് ഇങ്ങനെ ചുറ്റാം. രണ്ടും ആ കാലടുത്തേക്ക് ലോക്കായി. അപ്പോൾ ഇതെങ്ങനെ എന്താക്കണം എന്ന് പറഞ്ഞാൽ അടിയിലൊരു ക്രോസ് ഇടാം. ഇത്രയായില്ലേ. ഇതിനെന്താ പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റാം. ഒരു ക്രോസ് മുകളിലേ കൂടിയിട്ട് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ സ്ട്രെയിറ്റ്. എന്നിട്ട് ഇടത്തേക്ക് എത്തിയിട്ടാകുമ്പോൾ അതാ ഞാനിപ്പോൾ ഫുള്ള് ചുറ്റിയിട്ടാണ്. ഇത്ര അടിയിലേക്ക് എത്തിയിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ ഇട്ട ക്രോസ് ഇല്ലേ അതിൻ്റെ ഉള്ളിലേ കൂടിയിട്ട് ഇത് തുർത്തി കൊടുക്കണം. അതെന്തിനു പറഞ്ഞാൽ നമ്മളെ സ്പൈഡറിൻ്റെ ബായിൻ്റെ ആ മുള്ളു പോലത്തെ സാധനം ഉണ്ടാകുന്നില്ലേ, അത് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ച് ലൂസാക്കാം. ഈ ഗ്യാപ്പിലേ കൂടിയിട്ട് ഇങ്ങനെ കയറ്റാം. ഇത് കറുപ്പായതിനെ കൊണ്ട് നേരെ കാണുന്നില്ല, മനസ്സിലായല്ലോ. അത് ഇവിടെ ഈ എക്സ് വരുന്നതിൻ്റെ ഇതിൻ്റെ അടിയിലേ കൂടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. വേറെ എന്തെങ്കിലും കളർ എടുക്കായിരുന്നു. ഇങ്ങനെ അതേപോലെ ഇപ്പുറത്തതും അതിൻ്റെ സ്ട്രെയിറ്റ് വരുന്ന ആ ക്രോസിലേക്ക് അടിയിലേ കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് തീരാനായി. ഇപ്പോൾ കുറച്ച് ഓറഞ്ചെല്ലാം വന്നിന് മുമ്പിൽ സാറല്ല വിശന്ന് ചേർക്കട്ടെ. ഇനിയിപ്പോൾ ഇത് 2 മുമ്പിൽ വന്നിട്ടില്ല ഇങ്ങനെ, അത് നമുക്ക് ബെൻഡാക്കിയിട്ട് അതിൻ്റെ ആ മുള്ളു പോലെ ആക്കാം. നമുക്ക് ഇത്ര വലിയ പല്ലൊന്നും വേണ്ട, ഇത്ര വലിയ പാമ്പാ. അപ്പോൾ നമുക്കിത് മുറിക്കാൻ വേണം. യവാ പല്ല് നോക്കുക. അതിന് നമുക്ക് ഈ കാലെല്ലാം ഒന്ന് ഷേപ്പിൽ സെറ്റാക്കി കൊടുക്കാം. ആ ചിലന്തിരി തന്നെ ഷേപ്പിലാക്കണ്ടേ, അങ്ങനെ. കാലെല്ലാം നിലത്ത് തൊടണം ഫസ്റ്റ്. അതിന് ഈ ഒരു അറ്റമില്ലേ ഇതിൻ്റെ, ഇത് നമുക്ക് കത്രികയോട് മുറിച്ചിട്ട് സൂചി പോലെ ആക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് കമൻറ്റിൽ പറയണം. ഓക്കെ, പിന്നെ ലൈക്ക് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ എന്നൊരു വീഡിയോയിൽ കാണുന്നവരെ